പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം ഭാര്യാഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ്. 2-3 കാര്യങ്ങൾ ഭാര്യാഭർത്താക്കന്മാർ ശ്രദ്ധിക്കണം. ഒന്നാമതായി ദാമ്പത്യ ധർമ്മം നിർവഹിക്കണം. ദാമ്പത്യ ധർമ്മം എന്ന് പറയുമ്പോൾ ഭാര്യ ഭർത്താവിനോടുള്ള കടമ നിറവേറ്റണം, ഭർത്താവ് ഭാര്യയോടുള്ള കടമയും നിറവേറ്റണം. ഭാര്യയുടെ ശരീരത്തിന്മേൽ ഭാര്യയ്ക്കല്ല അവകാശം, ഭർത്താവിനാണ് എന്ന് ബൈബിൾ പറയുന്നു. അതുപോലെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവകാശം ഭാര്യയ്ക്കാണെന്നും ബൈബിൾ പറയുന്നു. പ്രാർത്ഥനാ ജീവിതത്തിനായിട്ട് വിരക്തി പാലിക്കുമ്പോൾ മാത്രമേ ദാമ്പത്യധർമ്മം നിർവഹിക്കാതിരിക്കാൻ പാടുള്ളൂ. അതുപോലെ ഉപവാസ സമയത്ത് ദാമ്പത്യധർമ്മം നിർവഹിക്കാൻ പാടില്ല. ബാക്കി എല്ലാ സമയത്തും പരസ്പരമുള്ള അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല. രണ്ടാമതായി മാതാപിതാക്കന്മാരോടുള്ള ബന്ധം ശ്രദ്ധിക്കണം. മാതാപിതാക്കളുടെ ബന്ധം എന്ന് പറയുമ്പോൾ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന് ഏറ്റവും വലുത് ഭാര്യയായിരിക്കണം, അതുപോലെ ഭാര്യയ്ക്ക് ഏറ്റവും വലുത് ഭർത്താവായിരിക്കണം, അല്ലാതെ മാതാപിതാക്കന്മാരല്ല. ഭാര്യയും ഭർത്താവും കഴിഞ്ഞിട്ടേ മാതാപിതാക്കന്മാരുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഒന്നാം സ്ഥാനം ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും കൊടുക്കേണ്ടതാണ്. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വിവാഹ ഉടമ്പടി നിർബന്ധമായും പാലിക്കണം. വിവാഹ ഉടമ്പടി നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ എടുത്ത ഉടമ്പടിയാണ്, അതുകൊണ്ട് അത് തെറ്റിക്കാൻ പാടുള്ളതല്ല. വിവാഹ ഉടമ്പടി തീർച്ചയായും പാലിക്കണം. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഹത്യം ചെയ്യുന്നു. ആരും എന്നെ കാണുന്നില്ല, ഇരുട്ട് എനിക്ക് മറയാണ്. പക്ഷെ കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അസന്മാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് വിവാഹ ഉടമ്പടി ദൈവത്തിന്റെ മുന്നിലെടുത്ത ഉടമ്പടിയാണ്, അത് നിർബന്ധമായും പാലിച്ചേ പറ്റൂ. അതുപോലെ തന്നെ നാലാമതായി വേർപിരിയാത്ത ജീവിതം നയിക്കണം. ദൈവത്തിന്റെ മുമ്പിൽ പ്രതിജ്ഞയെടുത്ത് തുടങ്ങിയ ജീവിതമാണ്, അത് വേർപിരിയാൻ പാടില്ല. ഒരു കാരണവശാലും വിവാഹം വേർപിരിയാൻ പാടില്ല. ഇനി എന്തെങ്കിലും കാരണത്താൽ വിവാഹം വേർപിരിയുകയാണെങ്കിൽ രണ്ടാമത് വിവാഹം കഴിക്കരുത് എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്. അതുകൊണ്ട് വിവാഹബന്ധം ഒരിക്കലും വേർപിരിയരുത് എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. അഞ്ചാമതായി പരസ്പരം ആശ്രയിക്കണം. പരസ്പരം ആശ്രയിച്ച് ജീവിക്കണം. പരസ്പരം ആശ്രയം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെ ആശ്രയിക്കണം. അല്ല ഞാനാണ് വീട്ടിലെ പ്രധാനി, ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കണം എന്ന ഭാര്യയും ഭർത്താവും ഒരിക്കലും പറയാൻ പാടില്ല. അതുപോലെ ഞാനോ നീയോ വലുത് എന്നൊരു ചോദ്യം വിവാഹ ജീവിതത്തിൽ ഇല്ല. ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറയുന്നത് പക്ഷിയുടെ 2 ചിറകുകൾ പോലെയാണ്. 2 ചിറകില്ലാതെ പക്ഷിക്ക് പറക്കാൻ പറ്റുകയില്ലല്ലോ. അതുകൊണ്ട് ആരാണ് വലുത് എന്നുള്ള ചിന്ത വിവാഹ ജീവിതത്തിൽ പാടുള്ളതല്ല. ആറാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. ദൈവമാണ് ഭാര്യ ഭർത്താക്കന്മാരെ യോജിപ്പിച്ചത്. അതുകൊണ്ട് യോജിപ്പിച്ച ദൈവത്തെ ഒരിക്കലും മറക്കാൻ പാടില്ല. വിവാഹം കഴിക്കുന്നത് 3 പേരാണ് എന്ന് പറയാറുണ്ട്. ആ മൂന്നാമത്തെ ആള് ദൈവമാണ് എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബജീവിതം ഒരിക്കലും തകരുകയില്ല. അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.